ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. ഞാൻ ഏത് എപ്പിസോഡായിട്ടാണ് വന്നിട്ടുണ്ടാവുക? അതെ, മാരി മൈ ഹസ്ബൻഡിൻ്റെ എപ്പിസോഡ് 8. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? വേഗം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഷെയറും സപ്പോർട്ടും. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വേഗം കഥ കേൾക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ജംസൂം പാക്മിൻ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ ഒരു ഡേഞ്ചർ വാർണിംഗ് ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ പാക്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് ജംഗ്സനോട്, ഈ നെക്ലേസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവൾക്ക് എന്തോ ഒരു സുഖമില്ലാത്തൊരു ചിരി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരുമ്പോൾ കാണാം ആ ഫ്ലാഗ് ഉണ്ടല്ലോ, ഫ്ലാഗ് നമ്പർ 1, അത് ഓൾറെഡി കരയിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ എന്തോ ആരോ അത് എടുത്തിട്ടുണ്ട്. പിന്നത്തെ സീനിൽ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ജീവൻ ഇരുന്ന് തുമ്മലോ തുമ്മല്. അപ്പം തന്നെ മനസ്സിലായല്ലോ ആരാണ് ആ ഫ്ലാഗ് 1 എടുത്തിട്ടുണ്ടാവാന്ന്. അപ്പോൾ ഈ ടെൻറ്റിൽ നമ്മുടെ ജീവുണ്ട് കൂടെ, നമ്മുടെ സുന്ദരിപ്പെണ്ണും സീനിയർ മാനേജർ ക്യാങ്ങും ഉണ്ട്. അപ്പോൾ ക്യാങ്ങിന് നല്ലപോലെ പുകഴ്ത്തുന്നുണ്ട്, ഇത്രയും ധൈര്യം നിനക്ക് എങ്ങനെ വന്നു, എന്താണെങ്കിലും ഇൻക്രെഡിബിൾ ആയിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ജീവൻ അവൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എനിക്കൊരു ബലമുള്ളൊരു മണ്ണായി മാറണമെന്ന് അവൻ പറയുന്നുണ്ടല്ലോ ലാസ്റ്റ് എപ്പിസോഡിൽ. അപ്പോൾ നമ്മുടെ സുന്ദരിപ്പെണ്ണോട് ചോദിക്കും അതിൻ്റെ അർത്ഥം എന്തുട്ടാന്ന് ചോദിക്കും. നമ്മുടെ സുന്ദരി പെണ്ണാണെങ്കിലും ആളിങ്ങനെ കുറേ ഓപ്ഷൻസ് പൊട്ടത്തരം പറയുന്നുണ്ട്. എന്നിട്ട് പറയണേ വിഷ്കണമെന്നാണ് ഇനി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അവൾ തന്നെ പറയും, നീ ഇത് പറഞ്ഞ ആളോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, ഓ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാങ് പറയുന്നുണ്ട്, നിൻ്റെ പാക്മിനാണോ ഇത് ചോദിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അവൾ പറയും, എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഓരോന്നൊക്കെ പറയും, എനിക്കും ഇതുപോലെ അയാളോട് തിരിച്ച് ചോദിക്കാനുള്ളൊരു ധൈര്യം കിട്ടില്ല, ടെൻറ്റാണ് കൊടുക്കുക. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജംഗ്സു സിംഗിൾ ടെൻറ്റിലാണ് കിടക്കുക. അപ്പം നമ്മുടെ ആരെന്താണെങ്കിലും വരും, പാക്മിൻ അവളുടെ അടുത്തേക്ക് എന്താണെങ്കിലും വരും. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഇന്നാണ് D-Day. എന്നിട്ട് നമ്മുടെ ജീവൻ പെട്ടെന്ന് ഓടി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ യൂജി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യൂജി അടുത്തേക്ക് വന്നിട്ട് പറയും, എന്താണെങ്കിലും ആ മൂവ് ഭയങ്കര പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയും, ഞാൻ എന്താണെങ്കിലും മുങ്ങി മരിക്കാൻ പോകില്ല, എനിക്ക് ഏറ്റവും വലിയ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചാൻസിൽ പോലും ഞാൻ പഴയ പോലെ തന്നെ ജീവിക്കുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ഹൊറിഫൈങ് ആയിട്ടുള്ള സംഭവം. അടുത്തതായിട്ട് കാണാൻ നമ്മുടെ യൂജിയും ജീവനും കൂടി ഇങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ചോദിക്കും, ഇപ്പം നിനക്ക് ഫസ്റ്റ് നമ്പർ 1 ഫ്ലാഗ് കിട്ടില്ലേ, ഇനി അങ്ങനെ ജംഗ്സ് ഇത് അടിച്ച് മാറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, അറിയില്ല എനിക്ക് എന്താ സംഭവിക്കാൻ പാടുന്നത്, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ പാക്മിൻ ഉണ്ടല്ലോ ഇവളുടെ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് ഒരു നെക്ലേസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവൾ പറയും പാസ്റ്റിലും ഇതുപോലത്തെ തന്നെ ഒരു നെക്ലേസ് വാങ്ങി. അപ്പോൾ അവൻ ചോദിക്കും സെയിം ആണോ എന്ന് ചോദിക്കും യൂജി. പറഞ്ഞു സെയിം അല്ല, ഇത് കുറച്ചും കൂടി പൈസ കൂടുതലാണ്. അപ്പോൾ ഇവൻ എന്താണെങ്കിലും പെണ്ണുങ്ങളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് ഇവൻ അത് നമ്മുടെ ജംഗ്സുവിന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നേരത്തെ അവൻ പറഞ്ഞ നെക്ലേസ് എന്ന് പറയുന്നത് അവൻ വാങ്ങിക്കൊടുത്ത നെക്ലേസാണ്. അപ്പോൾ യൂജി ചോദിക്കും, അപ്പോൾ ഇന്നാണോ നമ്മുടെ D-Day എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതെ. അപ്പോൾ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ടെൻറ്റ് നമ്പർ 4 നമ്മുടെ സുമിന് കൊടുക്കണം, പിന്നെ പാക്മിൻ അവിടെ എത്തണം. അപ്പോൾ നമ്മുടെ യൂജി പറഞ്ഞു, ഞാനും എന്നാൽ കഴിയണ വിധം നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ജീവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിട്ട വള്ളത്തിൽ വെച്ച് പറഞ്ഞത്? അവളിങ്ങനെ കുറേ ചോദിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഉത്തരം പറയാം, അതങ്ങനെ പോവും. പിന്നെ അടുത്ത സീനിൽ കാണാം ജംഗ്സ് ഏതോ ഒരു പെണ്ണിൻ്റെ ഇങ്ങനെ ഇടിച്ച് പറിച്ച് അവളുടെ ഫ്ലാഗ് ഇങ്ങനെ അടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ജംഗ്സിൻ്റെ കയ്യിൽ 4th നമ്പർ ഫ്ലാഗാണ്. എന്നിട്ട് ഇവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ആരാണ് നമ്പർ 1 ഫ്ലാഗ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ഇവൾ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ ഇങ്ങനെ നടന്നു പോണത്. ജീവനാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്, കാരണം ഇതെങ്ങാനും ഇനി അവൾ അടിച്ചു മാറ്റി പോകുമെന്ന്. അടിച്ച് മൂട്ടിയൊക്കെ പിടിച്ച് വലിച്ച് നേരത്തിട്ടിട്ട് പറയും, ഇതെന്നെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞിട്ട് അവൾ പോവും. അപ്പോഴേക്കും നമ്മുടെ ജംഗ്സുൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ ചെറിയ വിഷമം വരുന്നുണ്ട്. അപ്പോൾ ജീവൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാണ് അത് ഓർത്തിട്ട് വിഷമിക്കണത്? എന്നിട്ട് നമ്മുടെ പൊട്ടത്തെ ജീവൻ തിരിച്ച് അവളെ നോക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവളെ കാണില്ല. അപ്പോൾ അവളിങ്ങനെ തിരിച്ച് നടന്നു വരുമ്പോൾ ഇവൾ ഒളിച്ചിരുന്നിട്ട് എന്ത് ചെയ്യും, ഇവളെ നിലത്തിട്ടിട്ട് ഇവളുടെ ഫ്ലാഗ് എടുത്തിട്ട് പറയും, എനിക്കറിയാം നീ തിരിച്ചു വരുന്നുള്ള കാര്യം. അടുത്ത സീനിൽ രാത്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ സുന്ദരിപ്പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ക്യാമ്പറിൽ ആരാണെന്ന് കിടക്കാൻ പോകുന്നത്, നമ്പർ 1 ആർക്കാണെന്ന് കിട്ടിയെന്ന് നോക്കുമ്പോൾ അവിടെ ജംഗ്സും ജീവനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരാണെന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീവൻ പറയും എൻ്റെ കയ്യിലാണെന്ന്. അപ്പം മുമ്പ് നേരത്തെ എന്താ സംഭവിച്ചത്? നമ്മുടെ ജീവൻ വെറുതെ വിടും, അവൾ ഇത്ര കഷ്ടപ്പെട്ട് വെള്ളത്തിൽ പോയിട്ട് എടുത്തത്. അവൾ നല്ല പോലെ ഇടിയൊക്കെ കൊടുത്തിട്ട് അവൾ ആ ഫ്ലാഗ് കൈക്കാലാക്കും. അടുത്ത സീനിൽ നമ്മുടെ ജീവൻ ഇങ്ങനെ കൈ കഴുകുമ്പോൾ നമ്മുടെ ജംഗ്സ് അടുത്ത് വന്നിട്ട് പറയും, ഓ സന്തോഷമുണ്ട് നീ ജയിച്ചേലെന്ന് പറയും. എന്നിട്ട് അവൾ പറയും, നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് എല്ലായിടത്തും കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന്. അപ്പം നമ്മുടെ ജീവനോട് ചോദിക്കും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ജംഗ്സ് പറയും, നീ എന്തിനാ എന്നെ വിൻ ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്? നീ ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര ഹാർഷാണ് എൻ്റെ അടുത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനെന്തോ ഒരു പൊട്ട പേഴ്സൺ ആണെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ പറയാനുണ്ടോ അല്ലേ? നമ്മുടെ ജീവൻ പറയും, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല, ഞാനത് മാക്സിമം കാണിക്കാതിരിക്കാനൊക്കെ നോക്കി, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നീ ഭയങ്കര ക്യൂട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ നിൻ്റെ ആണെന്നാണ് നിൻ്റെ വിചാരം. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവൾ ജംഗ്സ് പറയും, നീ അതൊക്കെ എനിക്ക് തന്നിട്ടാണ്, എന്നിട്ട് ഇപ്പം നീ അത് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കും.
അപ്പം നമ്മുടെ ജീവൻ പറഞ്ഞു ശരിയാണ്, ഞാനാണ് എല്ലാം തന്നത്, പക്ഷേ ഇനി അതുണ്ടാവില്ല, ഞാൻ നിർത്താൻ പോകണമല്ല എന്ന് പറഞ്ഞു. എന്നെ ചുറ്റിപ്പറ്റി ഇനി ജീവിക്കാനും പറ്റില്ല. അടുത്ത സീനിൽ നമ്മുടെ ജീവൻ ചെന്നിട്ട് യൂജിനോട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാണ്, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവൾ ബാഡ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അവളല്ലേ പൊട്ട പെണ്ണ്. ആക്ച്വലി പാവം നമ്മുടെ ജീവന് അവളെ ഹേർട്ട് ചെയ്തതിലാണ് വിഷമമ്മ. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പെണ്ണിനെ, കാര്യം പറയാലോ. നമ്മുടെ യൂജി പറയും, നീ നല്ലൊരു പെണ്ണാണ്, നിനക്ക് ഒരാളിങ്ങനെ ഹേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് നിന്നെ വേറെ എല്ലാവരെക്കാളും കൂടുതൽ അറിയാം, നീ നിനക്ക് ചെയ്യേണ്ടതാണ് നീ ചെയ്തത്. അടുത്ത സീനിൽ കാണാം നമ്മുടെ ജങ്സു ആണെങ്കിൽ അത് കേട്ടിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാക്മിൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. പാക്മിൻ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് നല്ല ഉള്ളിൽ ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അവളിങ്ങനെ പറയുന്നുണ്ട്, ഈ ഒരു ഇതിന് ജങ്സു എന്നോട് എന്താണെങ്കിലും പ്രതികാരം ചെയ്യും. അടുത്ത സീനിൽ എന്താണ് കാണുന്നത്, പാക്മിൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ ജങ്സുവിനെ. എന്നിട്ട് ജങ്സു അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ ഇവൻ പിന്നാലെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ജങ്സു ഒരു ടെൻറ്റിൻ്റെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പാക്മിൻ പറയും, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചാലും എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയും, നിനക്ക് അങ്ങനെ മനസ്സിലായി എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള കാര്യം. അപ്പോൾ അവൻ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ എനിക്ക് കുറച്ചൊരു സുഖമില്ലായ്മയുണ്ട്. അപ്പോൾ ഈ അലവലാതി ചോദിക്കും, നിനക്ക് എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങണമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ചോദിക്കും, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നീ എന്താണെങ്കിലും അവളുടെ ബോയ് ഫ്രണ്ടാണ്, ഞാൻ അവളുടെ അതർ ഹാഫാണ്. അപ്പോൾ നമ്മുടെ ഈ നല്ലവനായ ഉണ്ണി പറയാണ്, ഞാൻ എൻ്റെ മുമ്പിലുള്ള ആളെ മാത്രമേ ഞാൻ കെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്ത സീനിൽ അവർ ഭയങ്കരമായിട്ട് മേക്കൗട്ട് ചെയ്യണ കാണാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവനിൽ നിന്ന് കാണുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ കരച്ചിൽ വന്ന് അവൾ കരയുന്നുമുണ്ട്. അപ്പം നമ്മുടെ യോജി വന്നിട്ട് അവളുടെ കണ്ണ് ഇങ്ങനെ ബാക്കിൽ നിന്ന് പൊത്തും. എന്നിട്ട് അവൾ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പോണ വഴിയിൽ അവൾ നിലത്തിരുന്നിട്ട് കുറേ കരയും കേട്ടോ. എന്നിട്ട് അവൻ പറയും, നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കരുത്, നീ ഒരു കാര്യം മാത്രം വിചാരിച്ചാൽ മതി, നീ ഫൈറ്റ് ചെയ്യാനും ജയിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പാവം ചെയ്യും കേട്ടോ, കുറേ കരയുന്നുണ്ട്. പിന്നെ കാണാൻ നമ്മുടെ യൂജിയും ജീവോണും ഇരുന്ന് ഒരു കല്ലുമിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജീവോൺ ഇങ്ങനെ പറയുന്നുണ്ട്, 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സുമിനെ മീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് അവൾ ഭയങ്കര പ്രെറ്റിയായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ആയിരുന്നു, എൻ്റെ ഫ്രണ്ടാണല്ലോ ഇത്ര സുന്ദരി എന്നുള്ള കാര്യം ഓർത്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നടന്നിരുന്നത്. പിന്നെ പാക്മിൻ അവനാണെങ്കിൽ ഒരു ചേക്കൊരു അലവലാതിയുമാണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് ആ സമയത്ത് ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അവനെയും വിശ്വസിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ യൂജി പറയാം, അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞില്ലേ? എന്നിട്ട് പറയും, നീ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇന്നത്തെ ദിവസം നീയാണ് ജയിച്ചത്. എന്നിട്ട് അവളുടെ കൈയും ഇങ്ങനെ തൊടുന്നുണ്ടേ. നമ്മുടെ ജീവൻ പറയും, കുറേ നാൾക്ക് ശേഷം ഒരാൾ എൻ്റെ കൈ തൊടുന്നതെന്ന് പറയും. എന്നിട്ട് അവൾ പറയും, ഞാൻ 2013 തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഇപ്പോൾ നീയും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ യൂജി പറയും, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു നല്ല അടിപൊളി ഒരു നോവൽ പോലെയാണ്. എനിക്ക് പ്രത്യേകിച്ച് വിഷമോ ഓബ്സ്റ്റക്കിൾസോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷമാണ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുന്നത് ഓർത്തിട്ട്. പിന്നെ കാണാം അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്നത്. അടുത്തത് രാവിലെയാണ്. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ അത് ക്യാമ്പറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്മിൻ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നിനക്ക് നല്ലപോലെ ഉറങ്ങാൻ എങ്ങനെ പറ്റി, നിൻ്റെ ബോയ് ഫ്രണ്ട് ഒരു ടെൻറ്റിൽ കിടന്ന് ഉറങ്ങുന്നത് ആലോചിച്ചിട്ട്. അപ്പോൾ ജീവൻ പറയും, എനിക്ക് നിന്നെ ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാനപ്പോൾ എന്താ പറയുക ചൂടുള്ള ഹാൻഡ് വാമേഴ്സായിട്ട് വന്നതായിരുന്നു, പക്ഷെ നിൻ്റെ സ്ഥലത്ത് കണ്ടില്ലല്ലോ. അപ്പോൾ കള്ളം പറയും, ഞാൻ ബാത്റൂമിലായിരുന്നു, നിനക്കത് അവിടെ വെക്കായിരുന്നില്ലേ, നിനക്ക് ഇത്രയും കോമൺ സെൻസ് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും, ജങ്സ് എവിടെ നോക്കും. അപ്പോൾ അവൻ പറയും, എനിക്കങ്ങനെ നിൻ്റെ ഫ്രണ്ട് എവിടെയാണെന്നറിയാം, തന്നെ മനസ്സിലാക്കാല്ലേ കള്ളത്തരാ പറയണതെന്ന്. എന്നിട്ട് അവൻ ചോദിക്കും, അവളെവിടെ ഉറങ്ങും ചോദിക്കുമ്പോൾ ജീവൻ പറയും, എനിക്കറിയില്ല, ആക്ച്വലി ഇന്നലെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പോൾ അവൻ ചോദിക്കും, നിങ്ങൾ അടി കൂടിയെന്ന് വയ്ക്കും. എന്നിട്ട് അവൻ പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ജങ്സ് ഇതൊക്കെ ദൂരത്ത് നിന്ന് നോക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ക്യാങ് ഉണ്ടല്ലോ, മിസ് ക്യാങ് വന്നിട്ട് നമ്മുടെ ജങ്സ് ചോദിക്കും, നീ ഇന്നലെ എവിടെയായിരുന്നു? അപ്പോൾ പറയും, ഞാൻ ഇത്തിരി ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയെന്നറിയും. അപ്പോൾ ക്യാങ് പറയും, ഞാനും ഇത്തിരി ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്തു, പക്ഷേ ഞാനും നമ്മുടെ സുന്ദരി പെണ്ണും കൂടിയിട്ട് നടക്കാൻ ഇങ്ങനെ ഇറങ്ങി. അപ്പോഴാണ് അവൾ ഇന്നലെ രാത്രി നടന്ന കാര്യം ആലോചിക്കണത്. അപ്പോൾ ഇന്നലെ ഇവൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പാക്മിൻ പറയും, ഇത് ജീവനോട് പറയണ്ട കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും, എന്താന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവൾ എന്നോട് ബ്രേക്കപ്പ് ഒന്നും ചെയ്യില്ല, പക്ഷെ അവൾക്ക് വിഷമാവും എന്നറിയും. എന്നിട്ട് അവൻ പറയും, ഞങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സല്ല. അപ്പോൾ അവൾക്ക് അത് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ പറയും, നീ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങൾ ഭയങ്കര മെസ്സായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അവൻ പറയും, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ നടന്നതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. ഇവളെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതിങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടേ. പെണ്ണിന് നൈസായിട്ട് പണി കിട്ടി. പിന്നെ കാണാം ഫുഡ് ഇങ്ങനെ എടുക്കുന്ന സ്ഥലത്ത് ബൊഫേ ആണ്. അപ്പോൾ നമ്മുടെ പാക്മിൻ നമ്മുടെ ജീവനോ ഓരോന്ന് ഓറഞ്ച് കഴിക്കുക, അവക്കാഡോ കഴിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളങ്ങനെ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ജങ്സുന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത സീനിൽ കാണാം നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ബസ്സിൽ എല്ലാവരും വരികയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ബസ്സിൽ കിടന്ന് ഉറങ്ങുമല്ലോ, എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ യൂജിയും ജീവോണും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ യൂജി ബാക്കിലേക്ക് തിരിഞ്ഞ് ജീവോണെ നോക്കും. ജീവോൺ നമ്മുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടിയാണ്. അപ്പോൾ നമ്മുടെ യൂജി ഇങ്ങനെ കണ്ടുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ യൂജി ഇങ്ങനെ ചോദിക്കും, ഇന്നലെ ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ജീവൻ പറയും, എനിക്ക് 26 കൊല്ലമായിട്ട് നമ്മുടെ
ജങ്സൂനെയും 17 കൊല്ലമായിട്ട് പാക്മിനെ അറിയാം, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവളിങ്ങനെ പറയും, ആക്ച്വലി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട്സ് അപ്പം തന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവൻ എന്താ പറയുക, മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട് തോന്നുന്നു, ഇവനൊരു മഹാ അലവലാതിയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയും. പിന്നെ അടുത്ത സീനിൽ കാണാൻ നമ്മുടെ ജങ്സു ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ കൈയൊക്കെ കടിക്കുന്നുണ്ട്. അവൾക്ക് ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ നഖം ഇങ്ങനെ കടിക്കും. അടുത്ത സീനിൽ ജങ്സു വീട്ടിലിരുന്നിട്ട് എന്താ പറയുക, എല്ലാ ഫോട്ടോസിലും ഇവളുടെയും ജീവോൻ്റെയും ഫോട്ടോസിലും ജീവോണ്ട് ഇങ്ങനെ വെട്ടിക്കളയുന്നുണ്ട്. പിന്നെ ഇവർ 3 പേരുള്ള ഫോട്ടോ ഉണ്ട് പാക്മീനൊക്കെ ഉള്ളത്, അത് മാത്രം അവളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ആണ് ആ പാക്മീൻ ജിമ്പിൽ ഇങ്ങനെ മരണോട്ടം ട്രെഡ്മില്ലിൽ. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് വയ്ക്കും, എന്താണ് ഇത്ര എനർജി, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ അവൻ പറയും സംഭവിച്ചു. അപ്പം പറയും നീ ഫ്രണ്ടായിട്ടാണോ എന്ന് വയ്ക്കും. അപ്പോൾ അവൻ പറയും എന്താണെങ്കിലും എന്താ അടിപൊളിയായിരുന്നു എന്നറിയും. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പിന്നെ ഓഫീസാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു വർക്ക് നമ്മുടെ ജങ്സൂനും പാക്മീനും ഇങ്ങനെ അസൈൻ ചെയ്യും. അപ്പോൾ ജീവന് ചോദിക്കും, നിങ്ങൾ 2 ആളാണോ പോകണമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പാക്മീൻ പറയും ഇതെന്താ നീക്കെങ്ങാനും പോകാൻ പറ്റുമെന്ന് നോക്കും. ആക്ച്വലി അവന് ജങ്സുമായിട്ട് ഇനി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആഗ്രഹമില്ല. എന്നിട്ട് നമ്മുടെ ജങ്സു എന്നിട്ട് പാക്മീൻ നമുക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഓക്കെ പറയും. എന്നിട്ട് ജങ്സു നമ്മുടെ ജീവൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു കാർഡ് കൊടുക്കും, ലവ് യു ഫോർ എവർ എന്ന് പറഞ്ഞ കാർഡ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു ലെറ്ററാണ്. ആ ലെറ്ററിൽ ഇങ്ങനെ അവൾ കുറേ മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നീ എന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂജി ഒരു കോഫിയൊക്കെ ആയിട്ട് വന്നിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ എൻഡ് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലെറ്ററിൽ ഞാൻ വീണു പോയാനെ. എന്നിട്ട് ഇത് യൂജിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ യൂജി പറയും അവൾ നല്ല എഴുത്തുകാരിയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനും പറയും ചിലപ്പോൾ അവൾ ശരിക്കും വിചാരിച്ചിട്ടുണ്ടാവും അത്. അടുത്ത സീനിൽ നമ്മുടെ ഷെഫിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഷെഫ് ഒരു ദിവസം ഇവൻ വന്ന് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ്. അപ്പോൾ അതിൽ യൂജി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഭയങ്കര അസൂയാണ് തോന്നുന്നത്. ജീവനോട് അവനുള്ള അടുപ്പം ഇങ്ങനെ സാഹിത്യപരമായി പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയും പക്ഷെ നീയാണ് മോർ ക്വാളിഫൈഡ്, കാരണം 10 കൊല്ലം കഴിഞ്ഞാൽ നീ ജീവിച്ചിരിക്കും. എന്നിട്ട് യൂജി ബോധം കെട്ട് വീഴും. പിന്നെ കാണാം നമ്മുടെ പാക്മീനും ജങ്സും കൂടി കാർ പാർക്കിംഗ് സ്ലോട്ടിൽ നിൽക്കായിരിക്കും. അപ്പോൾ ഇവനെ സെക്ഷുവലി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്, കുണിങ്ങി നടക്കുക അങ്ങനെയൊക്കെ കുറേ കാണിക്കും. അടുത്തതായിട്ട് നമ്മുടെ ജീവൻ ഒരു പ്രസൻറ്റേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാവരും ഉണ്ട്, മാനേജർ, നമ്മുടെ അപ്പാപ്പൻ്റെ മാനേജറും യൂജിയും മിസ് കാങ് ഒക്കെ ഉണ്ട്. അപ്പോൾ മിസ് കാങ് നമ്മുടെ ഈ മാനേജറെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ കാങ് ഓടി വന്നിട്ട് ഈ മാനേജറോട് താങ്ക്സ് പറയുന്നുണ്ട്, എന്നെ വിശ്വസിച്ചിട്ട് ഈ പ്രൊജക്റ്റ് ഏൽപ്പിച്ചില്ല. എന്നിട്ട് ഇവൾ പറയും എനിക്കറിയാം എനിക്ക് എന്നെ വിശ്വസിച്ചിട്ടില്ലാന്ന്, പക്ഷെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി, എന്താണെങ്കിലും ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാന്ന് പറയും. അപ്പം പറയും അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് നീ കേപ്പബിളാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അസൈൻ ചെയ്തത്. ഇതിൽ ജങ്സും പാക്മീനും കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോർ റൂമിലിരുന്ന് മേക്കൗട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് പറയും എന്താണ് നമ്മളെ പറ്റിയുള്ള ഇത്, നീ എന്നെ കൂടെ കളിക്കുകയാണെന്ന് നോക്കും. അപ്പോൾ പറയും കളിക്കുന്നില്ല, ഞാൻ ഞങ്ങളുടെ 2 പേരുടെ കൂടെ ജീവിക്കും എന്ന് പറയും. അപ്പോൾ അവൾ വയ്ക്കും നിങ്ങൾ സിസ്റ്റേഴ്സ് പോലെയാലോ, അപ്പോൾ എനിക്ക് ഞങ്ങൾ 2 പേരുടെ കൂടെ ജീവിക്കാം. ഇവനാണെങ്കിലും അക്രാന്തിഫിക്കേഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. അവളാണെങ്കിൽ അവനെ തള്ളി മാറ്റുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ പുറത്തേക്ക് കോൾ വരും. ആക്ച്വലി ഇവരുടെ ഫുഡിൻ്റെ എന്തോ ട്രയൽ ഇങ്ങനെ കാണിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നിട്ട്. അപ്പോൾ ഒരു അപ്പാപ്പന് പീനട്സിൻ്റെ അലർജി വന്നു. അപ്പോൾ അതിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഒരു അലർജി സൈൻ ഒന്നും കാണിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഇയാളത് കൺസ്യൂം ചെയ്തത്. അപ്പോൾ ഈ ഡ്യൂട്ടി നമ്മുടെ ജങ്സു ചെയ്യേണ്ടതാണ്, പക്ഷേ ഇവർ 2 പേരും അവിടെ ഡിങ്കോൾഫിയിലായിരുന്നല്ലോ. പിന്നെ ഇയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവരിങ്ങനെ കുറേ അപ്പോളജൈസ് ചെയ്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറയും ഇത്രയും വലിയ UN കമ്പനി ഇങ്ങനെയൊക്കെ എങ്ങനെ കാണിക്കാൻ പറ്റുന്ന പറയുമ്പോൾ ഭർത്താവ് പറയും വിട്ട് കളാന്ന് പറയും. അങ്ങനെ അവനെ ഹോസ്പിറ്റൽ ബിൽസൊക്കെ അടയ്ക്കുമ്പോൾ ജങ്സ് ചോദിക്കുന്നത് ഇത്രയും പൈസ സ്പെൻഡ് ആയല്ലോ നോക്കിയപ്പോൾ അവൻ പറയും ഞാൻ സൂപ്പറല്ലേ, ഞാൻ TKUവിൻ്റെ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിച്ച് എന്ന് പറയുമ്പോഴാണ് ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്നത് ഈ TKUവിൻ്റെ മുതലാളി നാട് വിട്ടത കാര്യം. അപ്പോൾ എന്തുണ്ടാവും, സ്റ്റോക്ക് കുത്തനെ താഴെ വീഴും, ഇവൻ്റെ പൈസ മുഴുവനും പോവും. പിന്നെ കാണിക്കുന്നത് ഇവനിങ്ങനെ പൈസ പോയത് ആലോചിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നു. ജീവൻ ബാക്കിലിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ജീവൻ ഇങ്ങനെ സ്നേഹത്തോടെ അഭിനയിക്കണം, ആശ്വസിപ്പിക്കണ പോലെ. എന്നിട്ട് ഇവൻ പറയും നീ വിചാരിക്കണ പോലെയല്ല, സീരിയസ് ആണ് കാര്യം, ഞാൻ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആണോ, എന്നിട്ട് ഇവളെന്താ ഈ ഫോൺ വരണമെന്ന് പറഞ്ഞിട്ട് ഇവൾ പുറത്തേക്ക് പോകും. അപ്പോൾ ഇവൻ പറയും അപ്പോൾ ഇവനിങ്ങനെ ദേഷ്യത്തോട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ പ്രൈവറ്റ് ലോണും കൂടി എടുത്തിട്ടുണ്ട്. ഈ ജീവോണ് വന്ന ഫോൺ നമ്മുടെ യൂജിയുടെയാണ്. അപ്പോൾ ജീവോൺ ഇങ്ങനെ യൂജിനോട് പറയുന്നുണ്ട് അവൻ പ്രൈവറ്റ് ലോണും കൂടി എടുത്തിട്ടുണ്ട്, അവൻ്റെ അഭിമാനം പോവാതിരിക്കാൻ വേണ്ടി പറയാത്തതാണ്. അടുത്തതായിട്ട് കാണാം നമ്മുടെ ജങ്സൺ ഇവനൊരു പാക്മിനൊരു കോഫി കൊടുത്തിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നമ്മുടെ വിധി ഇങ്ങനെയായിപ്പോയി, ഞാൻ നമ്മുടെ ജീവോനെ കല്യാണം കഴിക്കണം, കാരണം അവനിപ്പോൾ സ്റ്റോക്കൊക്കെ പോയി പൈസ ഇല്ലല്ലോ, ഇങ്ങോട്ടല്ലേ അവനെ ആശ്രയിക്കാൻ പറ്റൂ, അതുകൊണ്ട് നമുക്കെല്ലാം നിർത്താമെന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറയും ജങ്സനോട്. അടുത്ത സീനിൽ കാണാൻ നമ്മുടെ ജീവോണും പാക്മിനും കൂടിയിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് സോജു കഴിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ അലവരാതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ. അപ്പോൾ നമ്മുടെ ജീവൻ പിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നിട്ട് പറയും ആക്ച്വലി അടുത്ത കൊല്ലമാണ് ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഒരു പുഴ മാത്രമാണ്. അപ്പം നമ്മുടെ ജീവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇത്ര കാവ്യാത്മകമായിട്ട് പൈസ ചോദിക്കണ ആദ്യത്തെ ആളായിരിക്കും ഇവൻ.
അപ്പോൾ ഇവരെന്ത് ചെയ്യും, കുടിക്കണ പോലെ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് കുടിക്കണ പോലെ കാണിക്കുമ്പോൾ ജീവൻ പറയും നീ പേടിക്കണ്ട, നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാം, എനിക്ക് ഒരു ധൃതിയും ഇല്ല കല്യാണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ അവൻ പെട്ടെന്ന് വായിലോട് തുപ്പിക്കളിട്ട് നീ അങ്ങനെ പറയരുത്, നീ നിൻ്റെ ഏജ് നോക്ക്, കുട്ടികളൊക്കെ നമുക്ക് വേണ്ടേ. എന്നിട്ട് അവൻ പറയും ജീവോൺ നമുക്ക് കല്യാണം കഴിച്ചാലോ, നീ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ ഒന്നും നോക്കണ്ട, നമുക്ക് ഫ്യൂച്ചറിൽ നല്ല അടിപൊളി ലൈഫ് ഉണ്ടാവും. കാണിക്കുന്നത് നമ്മുടെ യോജിയും ജീവോൺ ഇങ്ങനെ നടന്നു വരാണ്. അപ്പോൾ ജീവോൺ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ഇപ്പം എന്നെ കല്യാണം കഴിക്കുന്നത് പറയണത്. ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, ഓരോ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരും. അങ്ങനെ ഇവരിങ്ങനെ നടന്നു വരുമ്പോൾ പണ്ട് നമ്മുടെ ഇവള് സ്കൂൾ ലൈഫിലായിരുന്നപ്പോൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തില്ലേ, അവിടെ അങ്ങനെ എത്തുമ്പോൾ അവളിങ്ങനെ നോക്കിയിട്ട് അവളിങ്ങനെ പറയും ഞാൻ പണ്ടൊരു പൂച്ചക്കുട്ടിക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുമായിരുന്നു, എനിക്ക് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പേടിയായിരുന്നു അവനെനിക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലോ. പക്ഷെ ഒരു ദിവസം ഭയങ്കര വിൻ്റർ ഡേയിൽ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായിപ്പോയി. എന്നിട്ട് അവളങ്ങനെ പൂച്ചക്കുട്ടീനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അവൻ പറയും ആക്ച്വലി എനിക്കൊരു കാര്യം പറയാനുണ്ട്, പണ്ട് ഇതുപോലെ ഒരു പൂച്ചനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാറിൻ്റെ മുന്നിലെടുത്ത് ചാടി. അങ്ങനെ സംശയത്തോട് ചോദിക്കും അപ്പോൾ ആ പൂച്ചൻ എൻ്റെ വീട്ടിലുള്ളത്? അപ്പോൾ അവൻ പറയും ഇതൊരു 2005 കാര്യമാണ്, ആ പൂച്ചക്കുട്ടിക്കും ആളുകളൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ മുൻപ് പറയുന്നുണ്ട് ഈ പൂച്ചക്കുട്ടിക്ക് ആളുകളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അവനെ ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര അതിശയാവുന്നുണ്ട് കേട്ടോ. 2 പേരിരുന്ന് സംസാരിക്കുന്നത് കരാട്ടെ ക്ലാസ്സിലാണ്. പിന്നെ അവർ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവൻ്റെ, അത് നോക്കുമ്പോൾ ഇവർ 2 പേരും കാണുന്നില്ല. പിന്നെ അടുത്ത സീനിൽ എന്താണ് കാണിക്കുന്നത്, നമ്മുടെ ജീവൻ ആ പൂച്ചക്കുട്ടീനെ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചിങ്ങനെ പറയണത് നീ എവിടെയായി ഇവിടെ ചെറുക്ക് ഇത്രയും നാളും. എന്നിട്ട് അവൻ നമ്മുടെ യൂജി പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമെന്ന് പറയും. പിന്നെ കാണാം നമ്മുടെ യൂജിയും ജീവോണും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ യൂജി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അവൻ ഈ മാരേജിൻ്റെ പ്രപ്പോസൽ ഇനി വിട്ട് കളയുന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറയും അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, വേണ്ടി ഞാനൊരു നാണംകെട്ട പ്രപ്പോസൽ സീനിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. ഫ്യൂച്ചറിൽ നടക്കുന്നത് കാണാണ്, ഇവളെ ഒരു ഇവളുടെ ബർത്ത്ഡേക്കാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പരിതാപകരമാണ്. 2 ബ്രെഡ് പീസുകളൊക്കെ വെച്ച് അതിൻ്റെ മേലെ ചോക്ലേറ്റ് ജാം തേച്ച്, പിന്നെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ കത്തിക്കണം 2 കാൻഡിൽ ലൈറ്റും വെച്ചിട്ട്, എന്നിട്ടൊരു പേപ്പറിൽ വിൽ യു മെരി മീ എന്ന് വെട്ടിയിട്ട് എ ആക്കി. ആക്ച്വലി സ്പെല്ലിങ്ങിൻ്റെ പ്രശ്നമല്ല ഇവിടുത്തെ വിഷയം, അതൊരു വേറെ നല്ല പേപ്പറിൽ അത് കറക്റ്റായിട്ട് എഴുതാനുള്ളൊരു എഫേർട്ട് പോലും അവൻ എടുക്കുന്നില്ല. അത്രയ്ക്കും റെസ്പെക്റ്റ് ഇവൾക്ക് അന്ന് അവൻ കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. പോരാഞ്ഞിട്ട് അവൻ്റെ ഒരു ചിരിയും കൂടി ഉണ്ട്. ജീവൻ പിന്നെ അന്ന് പൊട്ടത്തായിരുന്നല്ലോ, അവളതൊക്കെ കണ്ടിട്ട് അങ്ങനെ കൈയൊക്കെ കടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനെന്ത് പൊക്കി പിടിക്കുന്നുണ്ട് ആ പേപ്പർ, വില്യു മാരി മീൻ എന്നുള്ള പേപ്പർ കേട്ടോ. അപ്പോൾ ഇവളതിങ്ങനെ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കര ഫീലിംഗ് വരുന്നുണ്ടേ. എന്നിട്ട് അവളിങ്ങനെ പറയും ഇനി ഞാൻ അതൊക്കെ വീണ്ടും കാണണ്ടേ. എന്നിട്ട് പൂച്ചക്കുട്ടീനെ കളിപ്പിക്കും. ഇതുപോലത്തെ ഒരു പൂച്ചക്കുട്ടി എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണാം നമ്മുടെ മുത്തശ്ശനും മാനേജറും കൂടിയിട്ട് എന്തോ ഒരു പ്രപ്പോസലിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂജിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ട്. അവൻ അങ്ങനത്തെ കുറേ പ്രപ്പോസലുകൾ കൊണ്ടുവരുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്, എന്താണെങ്കിലും അവനങ്ങനെ തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ഇതാക്കാമെന്ന് പറയും. പിന്നത്തെ സീനിൽ കാണാം നമ്മുടെ ഒരു ഡ്രോൺ ക്യാമറ പോലത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പറന്നു പോയിട്ട് മേലയിൽ സ്പ്രിംഗ് ഡേ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പാക്പിൻ നമ്മുടെ ജീവൂണിനെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം നല്ല സെറ്റപ്പായി, കാരണം നമ്മുടെ ജീവൂൺ പെട്ടെന്നൊന്നും വീഴില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവനെന്ത് ചെയ്യും, നല്ല അടിപൊളി പ്രപ്പോസൽ സീൻസൊക്കെ വെച്ചിട്ട് നല്ല ഡയമണ്ട് റിങ് വെച്ച് പ്രപ്പോസ് ചെയ്യും. എന്നിട്ട് അവൻ മുട്ടുകുത്തിരുന്നിട്ട് ഐ ലവ് യു പറയും. അപ്പോൾ ആകാശത്ത് വിൽ യു മാരി മീ എന്നിങ്ങനെ ചോദ്യം കാണാം. അപ്പോൾ സൈഡിൽ ആരൊക്കെ ഉണ്ട്, യോജി ഉണ്ട്, ജങ്സ് ഉണ്ട്, കാങ് ഉണ്ട്, സുന്ദരിപ്പെടുണ്ട്, അവരൊക്കെ കൈയടിക്കുന്നുണ്ട്. നമ്മുടെ ജങ്സിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇത് കാണുമ്പോൾ അസൂയ വരുന്നുണ്ട്. യോജിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അവൻ കൈയടിക്കും. അപ്പോൾ നമ്മുടെ ജീവൻ എന്ത് ചെയ്യും, ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അവൻ ആ റിങ് അവളുടെ കയ്യിലിടും. അപ്പോൾ അതിപ്പോൾ തന്നെ നമ്മുടെ ജീവൻ നമ്മുടെ യൂജിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ജീവൻ ഇങ്ങനെ ആലോചിക്കും നമ്മുടെ യൂജി പറഞ്ഞത് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണെന്നുള്ള കാര്യം. പിന്നെ പാക്മിൻ്റെ മനസ്സിലെന്താ, ഞാൻ ഒരിക്കലും ഇവരും കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് നമ്മുടെ ജീവൻ നമ്മുടെ ജങ്സിനെ നോക്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എനിക്കറിയാം നിനക്ക് ഞാൻ സന്തോഷിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാന്ന്, അതുകൊണ്ട് നീ ഏത് വഴി ഉപയോഗിച്ചാലും പക്ഷേ മാരി മൈ ഹസ്ബൻഡ്. എന്നിട്ട് അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനത്തെ ആഴ്ചത്തെ പ്രിവ്യൂ ഞാൻ കണ്ടായിരുന്നു. നല്ല അടിപൊളി സീനുകളുണ്ട് കേട്ടോ. സോ നമുക്ക് മൺഡേ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.